കേരള വിരുദ്ധ ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ധാതു ഖനന ഇടനാഴി പദ്ധതിക്ക് പിന്നിൽ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടോ എന്ന് സംശയിക്കണമെന്നും കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. കേരളം ആമയെപ്പോലെ ആകണമെന്നാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം.പി. വിമർശിച്ചു. എയിംസിനു വേണ്ടി സംസ്ഥാന സർക്കാർ നടപടി പൂർത്തിയാക്കിയിട്ടില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം കേരളത്തെ ഈ ബജറ്റ് പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്നുള്ളതാണ്. കേരളത്തോടുള്ള ഈ മനോഭാവം തന്നെയാണ് ഈ ബഡ്ജറ്റിലും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേരളത്തോട് നഗ്നമായ അവഗണന കാണിച്ച ഒരു ആന്റി കേരള ബഡ്ജറ്റാണ്. കേരളത്തെ പരിപൂർണമായി അവഗണിക്കുന്ന ഒരു ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷ ആമയുടെ മോഡിലാണ്. അതായത് കേരളം ആമയെ പോലെ ആകണമെന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കേരളത്തെ ഞെരിച്ച് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല. 250 ഏക്കർ വേണ്ടെടുത്ത് 125 ഏക്കർ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം തലസ്ഥാനം ഉൾപ്പെടുത്താതെ എയിംസിന്റെ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത്.